ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ അരി നീഡിൽസിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു. കുറേ പേര് മെസ്സേജ് അയച്ചു, ക്ലാസ്സിന് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത്, നമ്മുടെ യൂട്യൂബ് ക്ലാസ് ഈ മന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നിട്ട് നമുക്ക് അരി നീഡിൽസിനെ പറ്റി ഒരു ക്ലാസ് എടുക്കാമെന്ന് വെച്ചു. കാരണം നിങ്ങൾ ഷോപ്പിൽ പോയി ഒന്ന് അരി നീഡിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് നീഡിൽസാണ് വാങ്ങുന്നതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇത്രയും നീഡിൽസ് ഒന്നും കണ്ടിട്ട് ഇത് നമുക്ക് അരി പഠിക്കാൻ ഇത്രയും നീഡിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീഡിൽസ് ഞാൻ എടുത്തു വെച്ചത്. ഇത് തുലിപ് നീഡിലാണ്, ഇത് അയൺ നീഡിൽ, ഇത് 3 ടൈപ്പ് ഉണ്ട്. ഇതും അയൺ നീഡിലാണ്, ഇത് വുഡൻ നീഡിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ അരി നീഡിൽ ചോദിക്കുന്ന സമയത്ത് അവരിത് പല നീഡിലായിരിക്കും എടുത്ത് കാണിക്കുന്നത്. അപ്പം നമുക്കറിയണമല്ലോ ഏത് നീഡിലാണ് നമുക്ക് വേണ്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ യൂസസ് എന്താണ്, അതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഇത്രയും നീഡിൽസ് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ നമുക്ക് ആവശ്യം 3 നീഡിൽസേ ഉള്ളൂ. ഈ ഒരു നീഡിൽ, ഈ ഒരു നീഡിൽ, ഈ ഒരു നീഡിൽ, ഈ 3 നീഡിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഓരോ നീഡിലിൻ്റെ യൂസസ് പറയാം. ഇത് തുലിപ് നീഡിലാണ്. തുലിപ് നീഡിൽ 3 ടൈപ്പിലുണ്ട്. ഇതിൽ 14 നമ്പർ, 23 നമ്പർ, 24 നമ്പർ, ഈ 3 നമ്പേഴ്സാണ് നമ്മൾ അരി വർക്കിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആ നീഡിലിൽ തന്നെ മിഡിൽ പോർഷനിൽ ഒരു ഫ്ലാറ്റ് സർഫേസ് കാണുന്നില്ലേ, അവിടെ നീഡിലിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ 3 നീഡിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പിലുള്ള ഒരു ഹുക്കിലാണ് വ്യത്യാസം വരുന്നത്. ആ ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ വലിപ്പവും ചെറുപ്പവും അനുസരിച്ചാണ് ഈ നമ്പറിൽ ഡിഫറൻസ് വരുന്നത്. ടിപ്പ് തിന്നാവും തോറും നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ആ ടിപ്പ് പോർഷനിലൊരു ഹുക്ക് പോലെ ഉണ്ട്. അപ്പോൾ അത് തിന്നായും തിക്കായിട്ടും ഇരിക്കും. അതാണ് ഈ നമ്പറിൽ വരുന്ന വ്യത്യാസങ്ങൾ. തുലിപ് നീഡിൽ യൂസ് ചെയ്യുന്നത് കുറവാണ്. കാരണം നമ്മുടെ അരി വർക്കിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ നീഡിൽ എന്ന് പറയുന്നത് അരി നീഡിലാണ്. സെക്കൻഡറി നീഡിലാണ് തുലിപ് നീഡിൽ എന്നുള്ളത്. പിന്നെ തുലിപ് നീഡിൽ യൂസ് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തുലിപ് നീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. അതല്ല, ആദ്യമായിട്ട് അരി വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, ഇതുവരെ നീഡിൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അയൺ നീഡിൽ മാത്രമേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ളത് അയൺ നീഡിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതുവരെ നീഡിലൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മാത്രം നമ്മുടെ അയൺ നീഡിൽ യൂസ് ചെയ്യുക. അല്ല, തുലിപ് നീഡിൽ പ്രാക്ടീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് തുലിപ് നീഡിൽ യൂസ് ചെയ്താൽ മതി. കാരണം ഞാൻ കൂടുതലും അയൺ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം തുലിപ് നീഡിൽ എന്തോ എനിക്കത് കൈ റൊട്ടേറ്റ് ചെയ്യാനും പിന്നെ എപ്പോഴും അത് സ്ലിപ്പായി പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്കത് അത്ര നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയൺ നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വർക്ക് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 12 നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീടാണെങ്കിലും കയ്യിൽ നിന്ന് അത് തെന്നി പോകുന്ന പോലൊക്കെ തോന്നാറുണ്ട്, ഞാൻ ത്രെഡ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണേലും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അയൺ നീഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ തുലിപ് നീഡിലിനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അയൺ നീഡിലിൻ്റെ യൂസസ് പറയാം. ഈ ഫസ്റ്റ് 3 നീഡിൽ നമ്മൾ തുലിപ് നീഡിലിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഹുക്കിലാണ് ഡിഫറൻസ് വരുന്നത്. ഇതിന് തുലിപ് നീഡിലിൻ്റെ കൂട്ട് നമ്പറൊന്നുമില്ല. നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പ് നോക്കിയും അതുപോലെ ആ ടിപ്പ് പോർഷൻ കഴിഞ്ഞ് താഴോട്ട് വരുന്നിടത്ത് ഉള്ള ഒരു ബ്രോഡ്നെസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇനി ഇത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഏറ്റവും തിന്നായിട്ട് ഹുക്കുള്ള നീഡിലില്ലേ, അതിനെ സിംഗിൾ വെയർ നീഡിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് 1 ത്രെഡിൽ സ്റ്റിച്ച് ചെയ്യുന്ന നീഡിൽ, നമുക്ക് ഒരു നൂല് ഉപയോഗിച്ച് സ്റ്റിച്ചസിന് യൂസ് ചെയ്യുന്ന നീഡിൽ. ഇപ്പോൾ ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ നീഡിലാണ്. സെറി ത്രെഡിൻ്റെ സ്റ്റിച്ചിങ്സ്, സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാൻ, സ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാൻ, അതുപോലെ സിംഗിൾ സ്റ്റിച്ച് ഔട്ട്ലൈൻസ് കൊടുക്കുന്നതിനൊക്കെ നമ്മൾ ഈ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡബിൾ ത്രെഡ് നീഡിൽ. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ, 2 നൂലുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിൽ. ഡബിൾ ലെയർ എന്ന് പറയുമ്പോൾ സിൽക്ക് ത്രെഡാണ് നമ്മൾ 2 ലെയറിലെടുത്ത് ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ലോഡ് സ്റ്റിച്ചുകൾ, അതുപോലെ ഡബിൾ ലെയർ ഔട്ട്ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ, സിക്സാക് സ്റ്റിച്ചസ്, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഡബിൾ ലെയറാണ് ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിച്ചുകൾക്കാണ് നമ്മൾ ഈ നീഡിൽ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഈ നീഡിൽ വെച്ചെങ്കിൽ നമുക്ക് 1 ത്രെഡിൻ്റെത് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൂടെയെന്ന്. പക്ഷേ 1 ത്രെഡ് നമ്മൾ ഈ നീഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തുണിയിൽ ഈ നീഡിൽ ഇറക്കി മുകളിലേക്ക് നമ്മൾ ത്രെഡിനെ എടുക്കത്തില്ലേ, ആ എടുക്കുന്ന സമയത്ത് നമ്മുടെ തുണിയുടെ നീഡിലും കൂടി ഇതിൽ കയറി വരും. കാരണം ഇതിൽ 2 ത്രെഡ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും ഓരോ നീഡിലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് 3 ലെയർ ത്രെഡിൻ്റെ നീഡിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ലെയർ ത്രെഡ് ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ നീഡിൽ നമുക്ക് യൂസ് വരാറില്ല. പിന്നെ എന്തെങ്കിലും ഡിസൈൻ്റെ ഔട്ട്ലൈനൊക്കെ നല്ല ബ്രോഡായിട്ട് കൊടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ ഒന്ന് ബ്രോഡായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ബ്രോഡായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചുകൾ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നീഡിൽ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഈ നീഡിൽ യൂസ് വരാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ നീഡിലിനെ മാറ്റി വയ്ക്കാം. അരി വർക്ക് പഠിക്കാൻ നമുക്ക് 1 ത്രെഡിൻ്റെ നീഡിൽ മതി. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡബിൾ ത്രെഡ് യൂസ് ചെയ്യാൻ പറയും. ജറി ത്രെഡ് മാത്രമേ ഉള്ളൂ ഞാൻ സിംഗിൾ ത്രെഡ് നീഡിൽ യൂസ് ചെയ്യാൻ പറയുന്നത്. ബാക്കി സിൽക്ക് ത്രെഡ് എല്ലാം ഞാൻ ഡബിൾ ലെയറിൽ മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കാറുള്ളൂ. അടുത്തത് ലോങ് അയൺ നീഡിലാണ്. സിംഗിൾ ത്രെഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ നീഡിലിൻ്റെ ആ എൻഡിങ് പോർഷൻ നോക്കിയാൽ നമുക്കതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. കുറച്ച് നീളത്തിൽ തിന്നായിട്ടുള്ള പാർട്ടുണ്ട്. ബീഡ്സ്, സ്വീക്വൻസ്, സ്റ്റോൺസ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നീഡിലിൽ നമുക്ക് ഈ തിന്നായിട്ടുള്ള ഈ പാർട്ടിൽ നമുക്കിതെല്ലാം കോർത്തെടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് അയൺ നീഡിൽസ് ആണ്. ഇതിൻ്റെ ബാക്ക് പോർഷൻ വുഡനും അതുപോലെ ഫ്രണ്ട് നമ്മുടെ നീഡിൽ അയണുമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് പിത്തളിൻ്റെ ഒരു ലോക്കും കൊടുത്തിട്ടുണ്ട്. ഈ 2 നീഡിലും തമ്മിൽ സൈസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. യൂസ് രണ്ടും സെയിം തന്നെയാണ്. ജർദോസി, അതുപോലെ ചെറിയ ഹോൾസ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സ്, ചെറിയ 1 mm ബീഡ്സ്, അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീഡിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ചെറിയ നീഡിലിൻ്റെ സൈസായിട്ടുള്ള ആ നീഡിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം വലിയ നീഡിലാവുമ്പം അതിങ്ങനെ ചെറിയ വളവുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് പെർഫെക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് വരും. അതേസമയം ഈ ചെറിയ നീഡിലാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്കാണ് ആ നീഡിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരാറില്ല. ഇത്രയാണ് അപ്പോൾ നീഡിൽസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്